ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ്ലൈൻ ഫുട്ബോൾ. സോ ആർസണൽ തങ്ങളുടെ സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാച്ച്, സീസൺ ഡിഫൈനിങ് മാച്ച് കളിക്കാൻ പോവുകയാണ് ബുധനാഴ്ച രാത്രി. ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ സെക്കൻഡ് ലെഗിൽ, അതും യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് ഒപ്പോണൻറ്റിനെ എതിരെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. PSG അണ്ടർ ലൂയിസ് എൻറിക്കയുടെ കീഴിൽ വരുന്ന PSG-നെയാണ് ആർസണൽ സെക്കൻഡ് ലെഗിൽ അവരുടെ സ്റ്റേഡിയത്തിൽ പാർക്ക് ഡേ പ്രിൻസസിൽ പോയി നേരിടാൻ പോകുന്നു. സോ ഫസ്റ്റ് ലെഗിൽ സംഭവിച്ചാൽ നമുക്കറിയാം, എവറേജ് സ്റ്റേഡിയത്തിൽ 1-0 ഒരു തോൽവിയാണ് ആർസണലിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ലൂയിസ് എൻറിക്കിന് കീഴിൽ PSG ഒരു ഡോമിനേറ്റിംഗ് ഗെയിം തന്നെ ഏറെക്കുറെ കളിച്ചു, വിജയിച്ചു എന്ന് പറയണം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ്. സോ സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്താനുള്ള ഒരു വഴിയാണിത്. കാരണം നമുക്ക് ബാക്കിയുള്ള എല്ലാ ടൂർണമെൻറ്റിൽ നമ്മൾ പുറത്തായി, നമുക്കിത് മാത്രമേ ഉള്ളൂ. ഈ യൂറോപ്യൻ ഗ്ലോറിയുടെ പ്രതീക്ഷ മാത്രമേ നമുക്ക് ഈ സീസണിൻ്റെ അവസാനത്തോട്ട് എത്തുമ്പോൾ നമുക്ക് ആർസണൽ ഫാൻസിന് ഉള്ളൂ എന്നുള്ളതാണ്. സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണിത്. സോ കഴിഞ്ഞ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ടീമിന് ഈ ഒരു സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ ഈ സെക്കൻഡ് ലെഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഗിൽ നമ്മൾ മിസ് ചെയ്തൊരു മേജർ കാര്യം, അല്ലെങ്കിൽ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് തോമസ് പാർട്ടി എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പ്രസൻസ് ആയിരുന്നു. ക്വാർട്ടർ ഫൈനലിലെ മേടിച്ച മഞ്ഞക്കാടിന് ശേഷം സസ്പെൻഷനിലായിരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ ഈ പ്ലെയറിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. സെക്കൻഡ് ലെഗിലേക്ക് തോമസ് പാർട്ടി തിരിച്ചു വരുന്നതെന്ന് പറയുന്നത് ആർസണൽ ഫാൻസിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഫസ്റ്റ് ലെഗിൽ തോമസ് പാർട്ടി ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ 3 മേജർ സെറ്റ് ബാക്കാണ് നമ്മുടെ ടീമിന് ഉണ്ടായിരുന്നത്. ഒന്ന്, ഒരു എക്സലൻറ്റ് മിഡ്ഫീൽഡറായ തോമസ് പാർട്ടിയുടെ അഭാവം മിഡ്ഫീൽഡിൽ. മറ്റൊന്ന്, ഡെക്ലാൻ റൈസിനെ തോമസ് പാർട്ടിയുടെ പൊസിഷനിലേക്ക് മാറ്റി കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ ഡെക്ലാൻ റൈസ് പോലെ ഒരു കോൺസ്റ്റൻ്റ്ലി അറ്റാക്കിംഗ് ത്രെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, ബോൾ ക്യാരി ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡറിൻ്റെ പെർഫോമൻസ് നമ്മൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു ഫസ്റ്റ് ലെഗിൽ. കാരണം നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെഗിൽ അവസരം കിട്ടിയപ്പോൾ ഡെക്ലാൻ റൈസ് ബോൾ ക്യാരി ചെയ്ത് പോയപ്പോൾ അതിൽ നിന്ന് ട്രൊസാർഡ് ഒരു ചാൻസ് ഉണ്ടാക്കിയെടുത്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു അറ്റംപ്റ്റ് സേവ് ചെയ്യപ്പെടുകയായിരുന്നു ഡോണോർമ വഴി. സോ ഡെക്ലാൻ റൈസിന് എത്രത്തോളം ബോൾ ക്യാരി ചെയ്യാൻ കഴിയും, അതേപോലെ ബോക്സിലേക്ക് അറ്റാക്കിംഗ് പ്രസൻസ് ആയിട്ട് ബോക്സിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതെല്ലാം ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്തൊരു കാര്യമാണ്. സോ സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫ്രണ്ട് ലൈനിൽ മിക്കേൽ മെറീനെ ആയിരുന്നില്ല ഫസ്റ്റ് ലെഗിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. ട്രൊസാർഡിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം മിഡ്ഫീൽഡിലേക്ക് നമുക്ക് വേറെ പ്ലേയേഴ്സിൽ എന്നുള്ള കാര്യം അറിയാമല്ലോ, ഇഞ്ചുറി കൺസേൺസ് കൂടുതലാണ്. ജോർജിനോ ഓൾറെഡി ഇഞ്ചേർഡ് ആയിരുന്നു. സോ അതുകൊണ്ട് ജോർജിനോയ്ക്ക് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അതുകൊണ്ട് തന്നെ മിക്കേൽ മെറീനോയ്ക്ക് ഈ സീസണിൽ സ്ട്രൈക്കറായിട്ട് മേക്കപ്പ് ചെയ്യേണ്ടി വന്ന പ്ലെയറിന് തിരിച്ച് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കേണ്ടി വന്നു. സോ അതുകൊണ്ട് സംഭവിച്ച ഒരു മേജർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ട്രൊസാർഡിന് സ്പീഡ് എബിലിറ്റി ഉണ്ട്, അതേപോലെ ഷൂട്ടിംഗ് എബിലിറ്റിയൊക്കെ ട്രൊസാർഡിന് തന്നെയാണ് കുറച്ച് കൂടുതൽ. പക്ഷേ മിക്കേൽ മെറീനോ ഏരിയൽ ഡ്യൂവൽസിൽ അത്യാവശ്യം കേമൻ തന്നെയായിരുന്നു. അതാണ് ട്രൊസാർഡിന് വളരെ കുറവായിട്ടുണ്ടായിരുന്നൊരു കാര്യവും. PSG-യുടെ ബാക്ക് ലൈൻ ഏരിയൽ ഡ്യൂവൽസിൽ വളരെ വീക്കായിരുന്നു. അവർ ആ ഒരു ഏരിയൽ ബോൾസ് വരുമ്പോൾ വളരെ വണ്ണറബിൾ ആയിരുന്നു. നമ്മൾ ആ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ മിക്കേൽ മെറീനോ സെറ്റ് പീസിൽ നിന്ന് ഗോൾ നേടിയത് ഓഫ് സൈഡായി പോയി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ ഒരു സീൻ ഓർത്തെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും PSG-യുടെ ബാക്ക് ലൈൻ ഏരിയൽ ഡ്യൂവൽസ് വരുമ്പോൾ അത്യാവശ്യം വീക്കാണ്. അവർ ആ ഒരു ഏരിയയിൽ വണ്ണറബിൾ ആണ്. പക്ഷെ അത് മുതലാക്കാനായിട്ട് ട്രൊസാർഡിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ഫിസിക്കാലിറ്റി ആ പ്ലെയറിന് ഉണ്ടായിരുന്നില്ല. അത് കറക്റ്റായിട്ട് മുതലാക്കാൻ കഴിയുന്ന പ്ലെയർ മിക്കേൽ മെറീനോ ആണ്. സോ മിക്കേൽ മെറീനോയ്ക്ക് ഇപ്പോൾ മിഡ്ഫീൽഡിൽ ഓൾറെഡി പാർട്ടി തിരിച്ചു വരുന്നതോടുകൂടി തന്നെ മിഡ്ഫീൽഡിൽ വേറെ സ്പേസസ് ഒന്നും ഫില്ല് ചെയ്യാനില്ല. സോ അതുകൊണ്ട് മിക്കേൽ മെറീനോയ്ക്ക് വേണമെങ്കിൽ സ്ട്രൈക്കിങ്ങിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഏരിയൽ ഡ്യൂവൽസിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ആർസണലിന് കഴിയും. അതേപോലെ സെറ്റ് പീസസിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ആർസണൽ ഫ്രണ്ട് ലൈനിൽ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആർസണലിൻ്റെ ഓഫ് ദ ബോൾ പ്രസ്സിംഗ് സ്ട്രാറ്റജിയാണ്. നമുക്കറിയാം, ആർസണൽ ഒരു 4-4-2 ഫോർമേഷനിലാണ് ഓഫ് ദ ബോൾ പ്രസ് ചെയ്യാറ്. ഫ്രണ്ട് ലൈനിൽ ഒഡെഗാർഡും സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറുമാണ് ആ ഒരു പ്രസ്സിന് നേതൃത്വം കൊടുക്കാറ്. സോ ഈ ഒരു സ്ട്രാറ്റജി എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലെ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ്ലി ബീറ്റണായി പോയി എന്നുള്ളതാണ്. സോ PSG-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിത്ത് ദ ബോൾ ഒരു 3-5-2 ഫോർമേഷനിലേക്കാണ് അവർ എക്സ്പാൻഡ് ചെയ്ത് കളിക്കുന്നത്. അവരുടെ ഫുൾ ബാക്സ് കളിക്കുന്ന ഹക്കീമിയും ന്യൂനോ മെൻഡസും ഔട്ട് വൈഡ് മിഡ്ഫീൽഡിലേക്ക് കയറി നിന്ന് കളിക്കുന്ന ഒരു രീതിയാണത്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നല്ല രീതിയിൽ വിങ്ങിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആർസണലിനെതിരെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ 4ാമത്തെ മിനിറ്റിൽ ഡെംബലെ നേടി ആ ഒരേ ഒരു ഗോൾ വന്ന വഴി നോക്കുകയാണെങ്കിൽ, സാക്കയുടെ റൈറ്റ് വിങ് ഓവർലോഡ് ചെയ്ത് മിഡിൽ കളിക്കുന്ന പ്ലെയറിനെയും കൂടി ആ ഒരു വിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്ത് മിഡിലൊരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് അതിലേക്കാണ് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിച്ച് ഡെംബലെ ഇറങ്ങി വന്ന് പന്തെടുത്ത് ആ ഒരു അറ്റാക്ക് വരുന്നത്. സോ ഇത് അവരൊരു സ്ഥിരം സ്ട്രാറ്റജി തന്നെയാണ്, വിങ്സ് ഓവർലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവരുടെ ബിൽഡപ്പിൻ്റെ സമയത്ത് വിങ്സിലേക്കുള്ള ആക്സസ് കട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ, കഴിഞ്ഞ ഫസ്റ്റ് ലെഗിൻ്റെ ഫസ്റ്റ് ഹാഫ്
ഫസ്റ്റ് ഹാഫ് നടന്നപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടീം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്കയ്ക്ക് ഡിഫെൻസീവ് ഡ്യൂട്ടിക്ക് വരുന്നുണ്ടായിരുന്നു. അതേപോലെ ക്വററ്റ്സ്കേലയ്ക്ക് ഒരുപാട് വട്ടം ആദ്യം 10-25 മിനിറ്റിൽ ഒരുപാട് വട്ടം പന്തിന് ടച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അതിന് ജൂലിയൻ ടിമ്പറിന് ഒരുപാട് വട്ടം ക്വററ്റ്സ്കേലനെ ഫൗളും ചെയ്യേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. ടിമ്പർ ശരിക്കും ലക്കി ആയിരുന്നു ഒരു യെല്ലോ കാർഡ് മേടിക്കാണ്ട് പോയതിൽ. സോ ആ ഒരു ആക്സസ് കട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിങ്ങിലേക്ക്, ഡിഫെൻസീവ് ലൈനിൽ നിന്ന് വിങ്ങിലേക്കുള്ള ആക്സസ് ആണ് മിഡ്ഫീൽഡിൽ കട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് മിഡ്ഫീൽഡിൽ തോമസ് പാർട്ടയുടെ പ്രസൻസ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്ലാൻ റൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും നല്ല മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ്. പക്ഷേ ഒരു ഡിഫെൻസീവ് വർക്ക് റേറ്റ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എഫക്റ്റീവ്ലി പുറത്തെടുക്കാൻ കഴിയുന്ന പ്ലെയർ ഡെക്ലാൻ റൈസിനേക്കാളും തോമസ് പാർട്ടി തന്നെയാണെന്ന് തോന്നുന്നു. കാരണം തോമസ് പാർട്ടിക്ക് പ്രഷർ സിറ്റുവേഷൻസിൽ പന്ത് റിസീവ് ചെയ്ത് ടേൺ ചെയ്ത് പന്ത് പ്രോഗ്രസീവ്ലി മുന്നേറാൻ ഉള്ളൊരു കഴിവ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു പ്ലെയറാണ് തോമസ് പാർട്ടി എന്നുള്ളത്. അതേപോലെ തന്നെ ഡിഫെൻസീവ്ലി പൊസിഷനിങ് കുറച്ചും കൂടി ബെറ്റർ ആണ്. ആൻഡ് മാൻ മാർക്കിംഗ് ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള തോമസ് പാർട്ടിയാണ് കുറച്ചും കൂടി ആ ഒരു പൊസിഷന് ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ നമ്മുടെ ഡെക്ലാൻ റൈസിനേക്കാളും. സോ അതുകൊണ്ട് തന്നെ തോമസ് പാർട്ടിയുടെ തിരിച്ചുവരവ് നമുക്ക് വളരെ ഒരു ബൂസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തോമസ് പാർട്ടി വരുന്നതോടുകൂടി തന്നെ റൈസിന് ഒരു അറ്റാക്കിംഗ് ഫ്രീഡം കുറച്ചും കൂടി കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് ആ ഒരു അറ്റാക്കിംഗ് ഫ്രീഡം, റൈസിന് ഒരു അറ്റാക്കിംഗ് ഫ്രീഡം കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുറച്ച് കാലമായിട്ട് ഡെക്ലാൻ റൈസ് മിഡ്ഫീൽഡിൽ നിന്നും പന്ത് ക്യാരി ചെയ്യുന്നു, ബോക്സിനകത്ത് അദ്ദേഹം അറ്റാക്കിംഗ് പ്രസൻസ് കൊടുക്കുന്നു ഒക്കെ നമുക്ക് വളരെ ക്രൂഷ്യലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഡെക്ലാൻ റൈസിന് ആ ഒരു അറ്റാക്കിംഗ് ഫ്രീഡം കിട്ടുന്നു. അതുപോലെ ഡെക്ലാൻ റൈസ് ഒരു അറ്റാക്കിംഗ് റണ്ണ് നടത്തുമ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് തോമസ് പാർട്ടി പോലൊരു എക്സലൻറ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലെയറിൻ്റെ ഒരു അഭാവം നമുക്ക് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. സോ അത് ഫസ്റ്റ് ലെഗിലുണ്ടായിരുന്നു. സോ സെക്കൻഡ് ലെഗിൽ നമുക്കത് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അല്ല അതേപോലെ ലൂയിസ് കെല്ലി, ഡെക്ലാൻ റൈസിൻ്റെ കാര്യം പറയുമ്പോൾ ലൂയിസ് കെല്ലിയുടെ കാര്യം എടുത്ത് പറഞ്ഞാൽ ഡിഫൻസീവ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, അറ്റാക്കിംഗ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന ലൂയിസ് കെല്ലിയും ഇതേപോലെ അറ്റാക്ക് നടത്താൻ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. സോ ആ ഒരു പ്ലെയറിനാണെങ്കിലും കവർ കൊടുക്കുന്നതിന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയ തോമസ് പാർട്ടിയുടെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നു. നമുക്കത് സെക്കൻഡ് ലെഗിൽ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഹോപ്സ്, മിഡ്ഫീൽഡിൽ ഇത്തിരി ഹോപ്സ് ഉയർത്തുന്ന കാര്യം തന്നെയാണ്. സോ ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡെഗാർഡിൻ്റെ കാര്യമാണ്. സോ ഒഡെഗാർഡിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ അറ്റാക്കിംഗ് ടൈംസിലാണ് പറയാറ്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ആൻഡ് മെജീഷ്യനാണ്, ബോക്സിൽ അറ്റാക്കിംഗ് ത്രെറ്റ് കൊണ്ടുവരുന്ന പ്ലെയറാണ്, സാക്കയായിട്ട് നല്ലൊരു റൈറ്റ് വിങ്ങിൽ അറ്റാക്കിംഗ് കെമിസ്ട്രി ഉള്ള പ്ലെയറാണ്. എല്ലാം അറ്റാക്കിംഗ് ടൈംസിലാണ് നമ്മൾ ക്യാപ്റ്റനായ ഒഡെഗാർഡിനെ പറ്റി പറയാറ്. പക്ഷേ ആ ഒരു ഇഞ്ചുറി, ഈ ഒരു സീസണിൽ ഇഞ്ചുറിക്ക് ശേഷം ഇതിലേക്കൊന്നും തിരിച്ചെത്താനായിട്ട് ക്യാപ്റ്റന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എസ്പെഷ്യലി ക്രൂഷ്യൽ ഗെയിംസിൽ പോലും മിക്കപ്പോഴും ക്യാപ്റ്റനായ ഒഡെഗാർഡ് ടീമിനെ ഒരു പെർഫോമൻസ്, ടീമിന് വേണ്ടി നല്ല പെർഫോമൻസ് കൊടുക്കാത്തുള്ള ഈ സീസണിൽ ഒരു സ്ഥിരം കാഴ്ചയായിട്ടൊക്കെ തുടങ്ങി. സോ അറ്റാക്കിംഗ് ടൈംസിൽ മാത്രമാണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറ് ഒഡെഗാർഡിനെ വരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു മത്സരത്തേക്ക് വരുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണിത്, ഒരു ഡിഫെൻസീവ് വർക്ക് റേറ്റ് കൂട്ടണം. ഐ മീൻ ഒഡെഗാർഡിൻ്റെ ഡിഫെൻസീവ് വർക്ക് റേറ്റ് കൂടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം എസ്പെഷ്യലി PSG നേരത്തെ പറഞ്ഞ പോലെ വിങ്സ് ഓവർലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. സോ അവർക്ക് അവരുടെ ആക്സസ് മുടക്കണം എന്നുള്ള കാര്യമുണ്ട്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് ആ ഒരു വിങ്ങിൽ ഔട്ട്വൈഡ് അവർക്ക് ആക്സസ് മുടക്കുന്നതിന് മേ ബി സാക്കേനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്കയ്ക്ക് ആ ഒരു ഇപ്പോൾ ബോൾ റിക്കവറി വന്നാൽ കൂടെ അറ്റാക്കിംഗ് ത്രെറ്റിലേക്ക് പോകുമ്പോൾ, ഐ മീൻ അറ്റാക്കിംഗ് വിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ പന്തുമായിട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഡബിൾ ഓൺ ചെയ്യുന്നൊരു സാഹചര്യം വരും. ഇത് നമ്മൾ ഫസ്റ്റ് ലെഗിൽ ഒരുപാട് കണ്ട കാര്യമാണ്. സോ ഒഡെഗാർഡാണ് ആ ഡിഫൻസീവ് ഡ്യൂട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നതെങ്കിൽ മേ ബി മിഡ്ഫീൽഡിൽ പന്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ സാക്കയ്ക്ക് ഒരു 1 vs 1 സിറ്റുവേഷനിലേക്ക് സാക്കയ്ക്ക് വിങ്ങിൽ എത്താൻ കഴിയുന്നുള്ളത് നമുക്കത് വളരെ അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം സാക്കേനെ ഡബിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ത്രെറ്റ്സ് സാക്കയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള ചാൻസുകൾ കുറവാണ്. എസ്പെഷ്യലി ആ ഇഞ്ചുറിക്കൊക്കെ ശേഷം വന്നതിന് ശേഷം പ്ലെയർ ഇപ്പോഴും ഫുൾ ഫിറ്റ് ഒന്നും ആയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ്സ് സാക്കയുടെ അടുത്ത് വരേണ്ടത്, അതിനൊരു 1 vs 1 സിറ്റുവേഷൻസിലേക്ക് സാക്ക വരണം എന്നുള്ളതാണ്. സോ ഒഡെഗാർഡ് എത്രത്തോളം ആ ഒരു ഡിഫൻസീവ് ഡ്യൂട്ടീസ് ആ ഒരു വിങ്സിൽ കൊടുത്ത് സാക്കിനെ അത്രത്തോളം ഫ്രീ ആക്കാൻ കഴിയും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ ഇതൊരു വൈൽഡ് ഗസ്സാണ്. കാരണം വൈൽഡ് ഒരു ഗസ് അടിച്ചാണ്. കാരണം മിക്കേൽ ആർട്ടറ്റ എത്രത്തോളം ഈ ഒരു സിസ്റ്റം അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കൂട്ടാക്കുന്ന ഒരു കോച്ചല്ല, ഒരു വാശിക്കാരനായ കോച്ചാണ്. സോ ആ ഒരു കോച്ച് പെട്ടെന്ന് ഈ ഒരു സിസ്റ്റം, അദ്ദേഹത്തിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ മാറ്റാനായിട്ട് തയ്യാറാകുമെന്ന് ഈ ഒരു ക്രൂഷ്യൽ ഗെയിമിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞൊന്നുമില്ല. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, PSG നിന്ന് പന്ത് തട്ടിപ്പറിക്കാൻ നോക്കുന്നത് മിഡ്ഫീൽഡ് ഏരിയാസിൽ തന്നെ, സെൻട്രൽ ഏരിയാസിൽ നിന്ന് തന്നെ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഫസ്റ്റ് ലെഗിൻ്റെ സെക്കൻഡ് ഹാഫിൽ ആർസണൽ അത് ട്രൈ ഔട്ട് ചെയ്ത് ഏറെക്കുറെ വിജയം കണ്ടൊരു കാര്യമാണ്. വിങ് ഓവർലോഡ് ചെയ്തതിന് ശേഷം
PSG പ്ലേയേഴ്സ് വിങ് ഓവർലോഡിന് ശേഷം അതിൽ നിന്ന് അവരുടെ നിന്ന് പന്ത് തട്ടിപ്പറിക്കാൻ നോക്കുമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവിടെ സ്പേസ് സെൻട്രൽ ഏരിയാസിൽ സ്പേസ് വേക്കൻ്റ് ആവുന്നു. അതേപോലെ സ്വിച്ച് ഓഫ് പ്ലേ വളരെ ഗംഭീരമായിട്ട് PSG നടത്തി വരുന്നൊരു സ്റ്റൈലാണ്. സോ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പ്ലേയേഴ്സിന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു, പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. സോ അതൊക്കെ അവർ മുതലാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ സെൻട്രൽ ഏരിയാസിലേക്ക് അവരെ കംപ്രസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് നേരത്തെ പറഞ്ഞ പോലെ വിങ്ങിലേക്കുള്ള ആക്സസ് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മേ ബി യെസ് നമുക്ക് സെൻട്രൽ ഏരിയാസിലൂടെ പന്ത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ കഴിയും. ഡെക്ലാൻ റൈസ് പോലെ ഒരു മിഡ്ഫീൽഡേഴ്സൊക്കെ ഉള്ളപ്പോൾ പന്ത് കൊണ്ട് ക്യാരി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലൂയിസ് കെല്ലി പോലുള്ള പ്ലേയേഴ്സൊക്കെ ഇൻവേർട്ട് ചെയ്ത് കളിക്കുമ്പോൾ ക്യാരി ചെയ്ത് പോകാനായിട്ട് പ്ലേയേഴ്സിൻ്റെ കുറവൊന്നും നമുക്കില്ല. നമുക്ക് നല്ല അറ്റാക്കിംഗ് ത്രെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ. അതേപോലെ എടുത്തു പറയേണ്ട ഒരു മേജർ കാര്യം, സെറ്റ് പീസസ് വരണം. നമ്മുടെ മേജർ ആയുധമാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ. നമ്മൾ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. സെറ്റ് പീസ് FC ആണ്, കോർണർ FC ആണ്, നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തതാണ്. അപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു അതൊരു നമുക്ക് ഇതേപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇതേപോലുള്ള ടൂൾസ്, ആയുധങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ലോഫ്റ്റഡ് ക്രോസസും കാര്യങ്ങളും ഒക്കെ ഒരു മത്സരത്തിലേക്ക് കൂടുതലായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം PSG ഡിഫെൻസീവ് ബാക്ക് ലൈൻ ഹൈ ഏരിയൽ ഡ്യൂൽസ് വരുമ്പോൾ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സോ അത് പക്ഷേ വെടിപ്പായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ലെഗിൽ കഴിഞ്ഞില്ല. നമുക്കൊരു അവസരം കിട്ടി, പക്ഷേ അത് ഓഫ് സൈഡിലായി പോയി. പക്ഷേ ഞാൻ പറയുന്നത് സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ കൂടുതൽ സെറ്റ് പീസസ് വിൻ ചെയ്യാൻ നോക്കണം നമ്മൾ. കോർണേഴ്സ് ആണെങ്കിലും ഫ്രീ കിക്സ് ആണെങ്കിലും അതേപോലെ ലോഫ്റ്റഡ് ക്രോസസ് ആണെങ്കിലും പെർഫെക്റ്റ് ക്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഒരു ഗോളിന് പിറകിലാണ് എന്നുള്ളത് മനസ്സിലാക്കി എതിരാളിയുടെ പോരായ്മ മനസ്സിലാക്കി കളിക്കാറുണ്ട്. അതുപോലെ ലോഫ്റ്റഡ് ക്രോസസ് കൂടുതലായി വരണം എന്ന് നോക്കണം. നമുക്ക് ഫ്രണ്ട് ലൈനിൽ നല്ല ഹൈറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്, മിക്കൽ മെറീനോ ഉണ്ട്, അതേപോലെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഡെക്ലാൻ റൈസ് ഉണ്ട്, മറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. കോർണറിൻ്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. യെസ്, നമുക്ക് ഗബ്രിയേൽ ഇല്ല, ബട്ട് സ്റ്റിൽ മറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട് അത് കീപ്പപ്പ് ചെയ്യാനായിട്ട്. സോ ലോഫ്റ്റഡ് ക്രോസസ് അല്ലെങ്കിൽ സെറ്റ് പീസസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വിൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ബോൾ എടുക്കുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ലെഗിൽ ഒരുപാട് മിസ് ചെയ്തൊരു കാര്യമാണ്. PSG കുറച്ചുകൂടി ഒരുപാട് മേലെ നിന്നൊരു കാര്യമാണ് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത്. സോ തോമസ് പാർട്ടിയൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ പ്ലേയേഴ്സിൻ്റെ ഡിസിപ്ലിൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ജൂലിയൻ ടിമ്പറിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ക്വററ്റ്സ്കേലയായിട്ട് നല്ലൊരു ഒരു ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ജൂലിയൻ ടിമ്പറിന്. മോസ്റ്റ് ഓഫ് ദ ടൈം ക്വററ്റ്സ്കേല വാസ് ഗെറ്റിംഗ് ദ ബെറ്റർ ഔട്ട് ഓഫ് ടിമ്പർ എന്ന് തന്നെ പറയാം. കാരണം ടിമ്പർ അനാവശ്യമായിട്ട് ഒരുപാട് ഫൗൾ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി കാർഡൊന്നും മേടിക്കാണ്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ അഗെയിൻ ആ ഒരു ഡ്യൂല് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ടിമ്പർ കുറച്ചുകൂടി കമ്പോസായിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ ലൂയിസ് കെല്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലൂയിസ് കെല്ലി വാസ് മച്ച് ബെറ്റർ. ആ ഒരു മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ, ഡെക്ലാൻ റൈസിന് ഒപ്പം തന്നെ നല്ലൊരു പെർഫോമൻസ് തന്നെ ഫസ്റ്റ് ലെഗിലും ലൂയിസ് കെല്ലി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ ലൂയിസ് കെല്ലി വാസ് ഡൂയിങ് ഗുഡ്. ആൻഡ് ഹക്കീമിയുടെ ത്രെറ്റ്സ് ഒക്കെ അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ കമ്പാരേറ്റീവ്ലി ബെറ്റർ ആയിട്ട് തന്നെ ലൂയിസ് കെല്ലി നന്നായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ടാണ്. ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡിലേക്ക് ഡെക്ലാൻ റൈസും കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി വെടിപ്പാവും തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മിക്കൽ മെറീനോയാണ് ആ ഒരു പൊസിഷനിൽ ഫസ്റ്റ് ലെഗിൽ കളിച്ചത്. മിക്കൽ മെറീനോ ഡെക്ലാൻ റൈസിൻ്റെ അത്രയും സ്പീഡും കാര്യങ്ങളും മിക്കൽ മെറീനോയ്ക്ക് ഇല്ല എന്നുള്ളതും സാലറി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. സോ ഡെക്ലാൻ റൈസ് ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ഫോർ us എന്നുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് സീ ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ആ ഒരു എക്സലൻറ്റ് റിസൾട്ട് ഫൈനലിലേക്കുള്ള ഒരു എൻട്രി PSG-ക്കെതിരെ, ലൂയിസ് എൻറിക്കിൻ്റെ PSG-ക്കെതിരെ, യൂറോപ്പിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ടീമിനെതിരെ നമുക്ക് ആ ഒരു വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം ടയേർഡാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഫാൻസ് ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പോൾ ലാസ്റ്റ് പ്രീമിയർ ലീഗിൽ 2 ദിവസം മുമ്പ് നടന്ന മത്സരത്തിൽ ഫുൾ 90 മിനിറ്റ്സ് കളിച്ച പ്ലേയേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. സാലിബ ഒടകാടൊക്കെ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. നമ്മൾ ആ മത്സരം തോക്കുകയും ചെയ്തു ബേൺമത്തിനെതിരെ. സോ നമ്മുടെ ഫുൾ സ്ക്വാഡായിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു മത്സരം അപ്രോച്ച് ചെയ്തത്. അതേസമയം ലൂയിസ് എൻറിക്കെ ആകട്ടെ ലീഗ് 1-ൽ 10ഓളം ചേഞ്ചസ് വരുന്നത്, ഗോൾ കീപ്പറിനടക്കം മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം റെസ്റ്റ് കൊടുത്തിട്ടാണ് ആ ടീമിനെ ഇറക്കിയത് എന്നുള്ളതാണ്. സോ അതിൻ്റേതായ ഫിസിക്കാലിറ്റിയുടെ വ്യത്യാസം, ഫിസിക്കിൻ്റെ വ്യത്യാസം, ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും ലെവലിൽ. പക്ഷെ അറിയില്ല എത്രത്തോളം നമ്മുടെ ടീമിനെ അത് ബാധിക്കും എന്നുള്ളത്, നമ്മുടെ ടീമിനെ അത് കോപ്പപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. മത്സരം തുടങ്ങി കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. എനിവേ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടീമിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജി വൈസ് ചേഞ്ചസ് മിക്കൽ ആർട്ടറ്റയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ കഴിയും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.